ഹലോ. 2 ആഴ്ചത്തെ ഈസ്റ്റർ വെക്കേഷന് ശേഷം ഇന്ന് വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ് കേട്ടോ. റിട്ടേൺ ടിക്കറ്റെല്ലാം കൂട്ടിയെടുത്ത് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നല്ല മടിയായിരുന്നു കേട്ടോ ഇന്ന് പോകാനായിട്ട്. 2 ആഴ്ചത്തെ വെക്കേഷനും കൂടെ കഴിഞ്ഞല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അതുപോലും പോകുന്ന കാര്യം ഓർക്കുമ്പോൾ നല്ല മടുപ്പാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ദൂരമുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായിട്ട്. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ട്രെയിൻ തന്നെയുണ്ട്. ബസ്സിനാണെങ്കിൽ പിന്നെ ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് യാത്ര നല്ല കൂടുതലായതുകൊണ്ട് അത് തന്നെ ഒരു ക്ഷീണമാണ്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ലിവർപൂൾ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ചെസ്റ്ററിലേക്കുള്ള ട്രെയിൻ കയറണം. വീട് മാറിയതിന് ശേഷം ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നിറങ്ങുന്ന കാര്യത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മാപ്പിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്ലാറ്റ്ഫോമിൽ ചെന്നിറങ്ങിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന കാര്യം അത് എങ്ങനെ എവിടെ നിന്നാന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇതേ ടണലിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലിവർപൂളിൽ നിന്ന് ഓപ്പോസിറ്റ് കിടക്കണമെങ്കിൽ ഒരു റിവർ ഉണ്ട്, റിവർ മേഴ്സി. അതിൻ്റെ അടിയിൽ കൂടെ ടണലാണ്. ടണലിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ അപ്പുറത്ത് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ട്രെയിൻ സ്റ്റേഷൻ എത്തി. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു ചെസ്റ്ററിലേക്ക് പോകുന്ന പ്ലാറ്റ്ഫോം എവിടെയാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അതേലെ കയറി താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസ്പ്ലേ കണ്ടു. ഇതേപോലെ കുറേ എല്ലായിടത്തും തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇപ്പോഴത്തെ സമയവും ഓരോ ട്രെയിനും അതിൻ്റെ പ്ലാറ്റ്ഫോമും അതിൻ്റെ സമയവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പ്ലാറ്റ്ഫോം എത്തി. കറക്റ്റ് തന്നെയാണ് സമയമുണ്ട് ട്രെയിൻ വരാനായിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ ട്രെയിനൊക്കെ വന്നു. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യൂ ആയിട്ട് നിന്നിട്ടാണ് കേട്ടോ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുക. ആ കാര്യത്തിലൊക്കെ നല്ല ഡിസിപ്ലിൻഡാണ് കേട്ടോ. ടണൽ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പച്ചപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നിറയെ മരങ്ങളും പാർക്കുകളും പിന്നെ ഇവിടുത്തെ വീടുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നല്ല തെളിഞ്ഞ ആകാശവും. ഒരു 2 മാസം മുന്നേ വന്നാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവസ്ഥ. ഇരുട്ടാണ്. കാരണം അപ്പോൾ രാത്രി കൂടുതലും പകൽ കുറവുമാണ്. ഇപ്പോൾ പക്ഷേ നേരെ തിരിച്ചാണ്. പകൽ കൂടുതലും രാത്രി കുറവും. ചെസ്റ്റർ സ്റ്റേഷൻ എത്താറായി. ഇനി അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ്സ് വാക്കും കൂടെ കഴിഞ്ഞാലേ യൂണിവേഴ്സിറ്റി എത്തുള്ളൂ. യാത്ര വളരെ കഠിനമാണ്. അതുകൊണ്ടാണ് പോകാനുള്ള ഏറ്റവും ആദ്യത്തെ മടി എന്ന് പറഞ്ഞാൽ. എന്തായാലും എത്തി. ക്ലാസ് അധികം മിസ് ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം ആദ്യമൊക്കെ മഞ്ഞ് വീണ ടൈമിലും അങ്ങനെ ഇരുന്നപ്പോഴൊക്കെ കുറേ ലീവ് എടുത്തതുകൊണ്ട് അറ്റൻഡൻസ് പെർസെൻറ്റേജ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ക്ലാസ് ഇനി അധികം മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചെസ്റ്റർ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവിടെയാണ് എക്സിറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെടുത്ത ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ മെട്രോയിലെ പോലെ തന്നെ അതിനുള്ള ക്യൂ ആണ് കാണുന്നത്. ഞാൻ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് വെയിറ്റ് ചെയ്തു. തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു ഇറങ്ങി. ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു 20 മിനിറ്റും കൂടെ നടപ്പുണ്ട്. അപ്പോൾ പതുക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കാം. കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നടക്കാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ളവർ ബസ്സിനാണ് വന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിൻ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഓപ്പോസിറ്റ് കാണുന്ന വലിയ കെട്ടിടമില്ലേ ആ സൈഡിൽ ചെല്ലണം. ഇവിടെ ഫുള്ള് സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി ഇത് വഴി നടന്നു ചെല്ലുമ്പോൾ ഇതിനകത്ത് തന്നെ നമ്മളുടെ ഈ ഒരു ഏരിയയുടെ ചെറിയൊരു മാപ്പൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ആ മാപ്പിൽ കൂടെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്തെത്തി ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഉണ്ട് കുറച്ച് നടപ്പും കൂടെ കേട്ടോ. പക്ഷെ അതും പോകാൻ നല്ല രസമാണ്. പാർക്കിനകത്തൂടെയും പാലമൊക്കെ കയറിയൊക്കെ വേണം പോകാൻ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. കാഴ്ചയൊക്കെ കണ്ടു പോവാം. അപ്പോൾ ഇതാണ് പാർക്ക്. ഇവിടെയും നല്ല രസമാണ് കേട്ടോ. നിറയെ മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ടാണ് ഫുള്ള്. എപ്പോഴും ഇവിടെ ആൾക്കാർ അവരുടെ പട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ വരുന്നതാണ് കേട്ടോ. പലതരത്തിലുള്ള പട്ടികളെ കാണാം. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും വെറൈറ്റി പട്ടികളുണ്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുക്കോട്ടേക്ക് വരുമ്പോൾ അതാ നോക്കി നിലം പറ്റിക്കിടക്കുന്ന പോലത്തെ കുറേ പൂക്കൾ കാണാം കേട്ടോ. വെറൈറ്റി കളറുകളിൽ, അതായത് വെള്ള, പിങ്ക്, പിന്നെ അതേപോലെ ഡാർക്ക് റെഡ്, അങ്ങനെ കുറേ കളറിൽ എല്ലാം കൂടി മൊത്തത്തിൽ ഡിസൈനിൽ വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അതേപോലെ അവിടെ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ ബഞ്ചുകളും
ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ എഴുതി വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് ഞാൻ കുറേ പ്രാവശ്യം നോക്കാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതില്ല കേട്ടോ. പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത്. അതായത് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് 200 years എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അന്നേരം പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോകുമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ നേരത്തെ വന്നതുകൊണ്ട് സമയമുള്ളത് കൊണ്ടുമാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നത്. ഇന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന സമയത്ത് ഞാൻ കുറേ ആഗ്രഹിച്ചു കേട്ടോ. സാധാരണ ഇതുവഴി വരുമ്പോൾ എപ്പോഴും കുറേ അണ്ണാനെയും കുറേ പക്ഷികളെയൊക്കെ കാണുന്നതാണ്. ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഒന്നിനെയും കണ്ടില്ല. അല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ തൊട്ട് കീഴിൽ വന്ന് നിന്നിട്ട് പോസ് ചെയ്ത് നിൽക്കും, എന്നെ ഫോട്ടോ എടുത്തു എന്നുള്ള രീതിക്ക് അതുപോലെ നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഒരെണ്ണത്തിനെ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. കണ്ടില്ലേ മരങ്ങളൊക്കെ നല്ല സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് മരങ്ങളൊക്കെ തന്നെ നല്ല നിറയെ പൂവിട്ടൊക്കെ നിൽക്കുവാണ്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പട്ടികളെയൊക്കെ ആയിട്ട് നടക്കാൻ വരുന്നുണ്ടെന്ന്. ഇങ്ങനെ കുറേ നല്ല മതിലുകളും കുറേ ഇങ്ങനെ കവാടം പോലെയൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പാർക്കിൽ കൊണ്ട് നടന്നു പോകാൻ. മൊത്തം ഇതുവരെ ശരിക്കും കണ്ടിട്ടില്ല, ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും ജസ്റ്റ് ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് കാണുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറേ പൂക്കൾ ഇഷ്ടം പോലെ കണ്ടില്ലേ, എന്തോ ഒരു റോസ് പോലത്തെ പൂവൊക്കെയാണ്. അങ്ങനെ ഈ പാർക്ക് അങ്ങോട്ട് കഴിഞ്ഞ് നടന്ന് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്തത് നമുക്കൊരു പാലമാണ് കയറേണ്ടത്. അത് ഒരു റിവറാണ്, റിവറിൻ്റെ മേളിൽ കൂടെ കുറുകെയുള്ളൊരു പാലമാണ്. ഇതിൻ്റെ പേര് ക്യൂൻസ് പാർക്ക് ബ്രിഡ്ജ് എന്നാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളുടെ ഈ ക്യാമ്പസിൻ്റെ പേരും ക്യൂൻസ് പാർക്ക് ക്യാമ്പസ് എന്നാണ് കേട്ടോ. ഇതുകൂടാതെ വേറെയും ക്യാമ്പസുകൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കുണ്ട്. ഞങ്ങൾ പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ പാലമൊക്കെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ടാണ് ഇവിടെ ആളും തിരക്കൊന്നും ഇല്ലാത്തത്. വൈകുന്നേരം ആണെങ്കിൽ നിറയെ ആളുകളൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കയാക്കിങ്ങും അങ്ങനത്തെ നല്ല രസമില്ലേ കാണാനായിട്ട്. ചിലപ്പോൾ നല്ല സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പടം വരച്ച് വെച്ചേക്കുന്ന പോലെയാണ് കാണാനായിട്ട്, അത്ര നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ കണ്ട പാർക്കും പാലവും പുഴയും ഒക്കെ കടന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്തി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലെ ക്വീൻസ് പാർക്ക് ക്യാമ്പസാണ്. ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നേരെ ക്ലാസ്സിൽ പോവാതെ ഉച്ചക്കത്തേക്ക് കൊണ്ടുവന്ന ലഞ്ചെടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ ഡൈനിങ് ഹാളിലേക്ക് പോവാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ്, പക്ഷേ ഇപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അതിലൊന്നാണിത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് രാവിലെ ഉച്ചക്കത്തേക്ക് കൊണ്ടുവന്ന ലഞ്ച് ഞാനെടുത്ത് ചൂടാക്കാൻ വെച്ചു ഓവനിൽ. ഫുഡ് പകുതി കഴിച്ചിട്ട് പകുതി ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാനതെടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ കുറച്ച് നേരം സൗന്ദര്യമൊക്കെ നോക്കിയതിന് ശേഷം പതുക്കെ ഇനി ക്ലാസ്സിലേക്ക് പോകാമെന്ന് വെച്ചു. ക്ലാസ് തുടങ്ങാനുള്ള ടൈമൊക്കെ ആയി. ഇനി ഇതേപോലെയുള്ള കുറേ വാതിലുകൾ തള്ളി തുറന്നിട്ട് വേണം അകത്തേക്ക് ചെല്ലാനായിട്ട്. ഓരോന്ന് വീഡിയോ എടുത്ത് അകത്തോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ പ്രൊഫസർ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പതുക്കെ വീഡിയോ അങ്ങോട്ട് താത്തി വെച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ്, വലിയ ക്ലാസ്സാണ്. ഒരു 200 സ്റ്റുഡൻസോളം ഉണ്ട് ഈ ക്ലാസ്സിൽ. എന്നാ ഇനി ഞാൻ പോയി പഠിക്കട്ടെ. ബായ്.